ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വെള്ള ശംഖുപുഷ്പം എന്ന സസ്യത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ക്ലിറ്റോറിയ ടെർനാറ്റി എന്നാണ്. ഇവയുടെ കുടുംബം ഫേബാസി കുടുംബത്തിലാണ്. വെള്ള ശംഖുപുഷ്പം ഒരു വള്ളിച്ചെടിയാണ്. സാധാരണ നീല ശംഖുപുഷ്പത്തിൻ്റെ വെള്ള നിറത്തിലുള്ള വകഭേദമാണിത്. പൂവിൻ്റെ ആകൃതി ശംഖിനെ പോലെ കാണുന്നതിനാലാണ് ശംഖുപുഷ്പം എന്ന പേര് വന്നത്. ശുദ്ധമായ വെള്ള നിറമാണ്. പച്ച നിറത്തിലുള്ള ചെറിയ ഇലകളാണ് ഇവയ്ക്ക്. ഇവ വള്ളിയായി പടരുന്നു. വർഷം മുഴുവൻ പരിചരണമുണ്ടെങ്കിൽ ഇവ പൂക്കും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും നാഡീവ്യവസ്ഥ ശക്തിപ്പെടുത്തുവാനും ഇവ ഉപയോഗിക്കുന്നു. നല്ല നീർവറ്റൽ ഉള്ള മണ്ണ് ഇവയ്ക്ക് ആവശ്യമാണ്. നേരിയ സൂര്യപ്രകാശം ഇവർക്ക് ആവശ്യമാണ്. അത്യധികം വെള്ളം ആവശ്യമില്ല. വിത്തുകൾ വഴി എളുപ്പത്തിൽ വളർത്താം. തലച്ചോർ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശാന്തത നൽകുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഉള്ളത് ആണ് ഈ സസ്യം. പാകമായ പയർ പോലുള്ള കായിൽ നിന്നാണ് വിത്തുകൾ ലഭിക്കുന്നത്. വിത്തുകൾ വരണ്ടതും കട്ടിയുള്ളതുമാണ്. മണ്ണിൽ നട്ടാൽ 5-10 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. വിത്ത് മണ്ണിൽ വെള്ളം ആഗിരണം ചെയ്ത് പൊട്ടി തുറക്കുന്നു. ചെറുവേരും തണ്ടും പുറത്തേക്ക് വരുന്നു. നല്ല സൂര്യപ്രകാശവും ചെറിയ ഈർപ്പവും ആവശ്യമാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇലകൾ വളരാൻ തുടങ്ങും. വള്ളി രൂപത്തിൽ വളരുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മറ്റ് ചെടികളെയോ കമ്പികളെയോ ചുറ്റിപ്പിടിച്ച് ഇവ വളരുന്നു. 1-2 മാസത്തിനുള്ളിൽ ചെടി പൂർണ്ണ വളർച്ചയിലെത്തും. ധാരാളം ഇലകളും ശക്തമായ വള്ളികളും ഉണ്ടാകും. വളർച്ചയ്ക്ക് ശേഷം വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പങ്ങൾ വിരിയും. പൂക്കൾ രാവിലെ വിരിയുകയും വൈകുന്നേരം അടിക്കുകയും ചെയ്യുന്നു. തേനീച്ചകളും പ്രാണികളും പരാഗണം നടത്തുന്നു. കീടങ്ങൾ വഴി പരാഗണം നടക്കുന്നു. സ്വയം പരാഗണവും ഉണ്ടാകാം. പൂവ് വീണതിന് ശേഷം പയർ പോലുള്ള കായ് രൂപപ്പെടുന്നു. കായ്ക്കുള്ളിൽ നിരവധി വിത്തുകൾ ഉണ്ടാകും. കായ് ഉണങ്ങി പൊട്ടുമ്പോൾ വിത്തുകൾ പുറത്തേക്ക് വീഴും. ഈ വിത്തുകൾ വീണ്ടും മുളച്ച് ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.